മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ 2015 മുതൽ 2025 വരെ അഭിനയിച്ച് പുറത്തിറങ്ങിയ മലയാള സിനിമകൾ ഏതൊക്കെയാണെന്നും ആ സിനിമകളിൽ എത്ര എണ്ണം വിജയിച്ചു അല്ലെങ്കിൽ എത്ര എണ്ണം നിർമ്മാതാക്കളെ കുത്തുവാളടിപ്പിച്ചു എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. പല സിനിമകളും നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാനും പറ്റും. അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. രാജീവ് നാഥിന്റെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രസം. ഈ സിനിമയുടെ രചന നിർവഹിച്ചത് നെടുമുടി വേണും രാജീവ് നാഥും കൂടിയായിരുന്നു. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇന്ദ്രജിത് സുകുമാരൻ, നെടുമുടി വേണു, വരുൺ ഷെട്ടി, ദേവൻ ജഗദീഷ്, നന്ദു, മൈഥിലി തുടങ്ങിയവരൊക്കെയായിരുന്നു. മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളിലായിരുന്നു എത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ഇതേ വർഷം തന്നെ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രമായിരുന്നു. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ, മഞ്ജു വാര്യർ, ഇന്നസെന്റ്, ലെന, റീനു മാത്യൂസ്, ജേക്കബ് ഗ്രഹേരി, രഞ്ജി പണിക്കരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കൂട്ടുകാരൻ ആന്റണി പെരുമ്പാവൂരായിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് ജോഷുവയുടെ സംവിധാനത്തിൽ 2015 തന്നെ പുറത്തിറങ്ങിയ ലൈല ഓ ലൈല എന്ന ചിത്രമായിരുന്നു. സ്പൈ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാൽ, അമല പോൾ, സത്യരാജ്, കൈനാറ്റ് അറോറ, രമ്യ നമ്പീശൻ, ജോയ് മാത്യു, രാഹുൽ ദേവ് തുടങ്ങിയവരൊക്കെയായിരുന്നു. മോഹൻലാൽ ഏജന്റ് ജയ് മോഹൻ എന്ന കഥാപാത്രത്തെ ആയിരുന്നു ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായിരുന്നു. അടുത്തത് രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ 2015 തന്നെ പുറത്തിറങ്ങിയ ലോഹം എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രഞ്ജി പണിക്കർ, സിദ്ദിഖ്, ആൻഡ്രിയ ജെർമിയ, അബു സലീം, ഗൗരി നന്ദ തുടങ്ങിയവരൊക്കെ ആയിരുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ തന്നെയായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം ലഭിച്ച ഈ സിനിമയ്ക്ക് ആദ്യ ദിനങ്ങളിൽ തന്നെ നല്ല കളക്ഷൻ ആയിരുന്നു ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചത്. ഏകദേശം 14.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിട്ടുണ്ട്. അടുത്തത് എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ 2015 തന്നെ പുറത്തിറങ്ങിയ കനൽ എന്ന ചിത്രമാണ്. ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം അനൂപ് മേനോൻ, അതുൽ കുൽക്കർണി, പ്രതാപ് പോത്തൻ, ജോസ്, നികിത തുക്രാൽ, ഹണി റോസ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മോഹൻലാൽ ഈ സിനിമയിൽ ജോൺ ദാവീദ് എന്ന കഥാപാത്രമായാണ് എത്തിയത്. പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായിരുന്നു. അടുത്തത് പ്രിയദർശന്റെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ ഒപ്പം എന്ന ചിത്രമാണ്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ അന്ധനായ ജയരാമൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. സമുദ്രകനി, നെടുമുടി വേണു, മീനാക്ഷി, അനുശ്രീ, വിമല രാമൻ, മാമുക്കോയ, രഞ്ജി പണിക്കർ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 63 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടി ഈ സിനിമ ഒരു ഓൾ ടൈം സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് 2016 വൈശാഖിന്റെ സംവിധാനത്തിലെത്തിയ പുലിമുരുകൻ എന്ന ചിത്രമാണ്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം ജഗപതി ബാബു, കമാലിനി മുഖർജി, ലാല്, വിനു മോഹൻ, ബാല, നോബി, സുരാജ് വഞ്ഞാറമൂട്, സിദ്ദിഖ്, കിഷോർ, നമിത, നന്ദു തുടങ്ങി വലിയ താരനിര ഉണ്ടായിരുന്നു. മുളകുപാടം ഫിലിംസ് ആയിരുന്നു ഈ ചിത്രം നിർമ്മിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും വമ്പൻ കളക്ഷൻ ആയിരുന്നു ഈ സിനിമ നേടിയത്. ഏകദേശം 137 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. മലയാളത്തിലേക്ക് ആദ്യമായി 100 കോടി ക്ലബ്ബ് കൊണ്ടുവന്നത് ഈ പുലിമുരുകനാണ്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയിരുന്നു. അടുത്തത് ജിബു ജേക്കബിന്റെ സംവിധാനത്തിൽ 2017 തിയേറ്ററിലെത്തിയ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രമായിരുന്നു. ഡൊമസ്റ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ, മീന, ഐമ റോസ്മി, സനൂപ് സന്തോഷ്, അനൂപ് മേനോൻ, സൃന്ദ, നേഹ, അലൻസിയർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഉലഹന്നാന്റെയും ആനിയമ്മയുടെയും കഥ പറഞ്ഞ ഈ ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് മേജർ രവിയുടെ സംവിധാനത്തിൽ 2017 പുറത്തിറങ്ങിയ 1971 ബിയോണ്ട് ബോർഡർ എന്ന ചിത്രമായിരുന്നു. പട്ടാളക്കാരുടെ കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ മോഹൻലാൽ, അരുണോണ്ടി സിംഗ്, അല്ലു സരീഷ്, രഞ്ജി പണിക്കർ, ദീപക് ജെത്തി, ആശ ശരത് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും ഈ സിനിമയ്ക്ക് വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ഏകദേശം 15 കോടി ബജറ്റ് കണക്കാക്കുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വെറും 10 കോടിക്ക് താഴെ മാത്രമാണ് കളക്ഷൻ നേടിയത്. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായിരുന്നു. അടുത്തത് ലാൽ ജോസിന്റെ സംവിധാനത്തിൽ 2017 പുറത്തിറങ്ങിയ വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ നിർമ്മിച്ചിരുന്നത് ആന്റണി പെരുമ്പാവൂരായിരുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ, അനൂപ് മേനോന്, അരുൺ കുര്യന്, അപ്പാനി ശരത്ത്, അന്ന രാജൻ, പ്രിയങ്ക നായർ, സലീം കുമാർ, ചമ്പൻ വിനോദ്, സിദ്ദിഖായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. അടുത്തത് ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ 2017 പുറത്തിറങ്ങിയ വില്ലൻ എന്ന ചിത്രമായിരുന്നു.
സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ ADGP മാത്യു മാഞ്ഞൂരൻ എന്ന കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചത്. വിശാല്, മേഘ, ശ്രീകാന്ത്, റാഷി ഖന്ന, അൻസിക, മഞ്ജു വാര്യർ, സിദ്ദീഖ്, രഞ്ജി പണിക്കർ, ചെമ്മൻ വിനോദൊക്കെയായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. അടുത്തത് ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ ആദി എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രണവ് മോഹൻലാലായിരുന്നു നായകനായെത്തിയത്. പ്രണവിന്റെ ആദ്യ നായക വേഷം കൂടിയായിരുന്നു ഇത്. ജഗപതി ബാബു, സിദ്ദീഖ്, ലെന, അതിഥി രവി, അനുശ്രീയൊക്കെയായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മോഹൻലാൽ ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളായിരുന്നു എത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും നല്ല പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു. അടുത്തത് അജോയ് വർമ്മയുടെ സംവിധാനത്തിൽ 2018 നീരാളി എന്ന ചിത്രമായിരുന്നു. സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ, സുരാജ് വെഞ്ഞാറമൂട്, നാദിയ, പാർവതി നായർ, ദിലീഷ് പോത്തനൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായിരുന്നു. അടുത്ത സിനിമ കായംകുളം കൊച്ചുണ്ണി. റോഷൻ ആൻഡ്രൂസ് ആയിരുന്നു സംവിധായകൻ. 2018 പുറത്തിറങ്ങിയ ഈ പീരിയോഡിക് ആക്ഷൻ സിനിമയിൽ നിവിൻ പോളിയായിരുന്നു നായകൻ. സണ്ണി വേന്, ബാബു ആന്റണി, പ്രിയങ്ക ആനന്ദ്, ഷൈൻ ടോം ചാക്കിയൊക്കെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മോഹൻലാൽ ഈ സിനിമയിലൊരു ഗസ്റ്റ് അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത്. ഇത്തിക്കര പക്കി എന്ന കഥാപാത്രത്തെയായിരുന്നു ഈ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും വളരെ മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 80 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സിനിമ ഓൾ ടൈം സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്ത സിനിമയുടെ പേര് ഡ്രാമ. രഞ്ജിത്തായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. 2018 പുറത്തിറങ്ങിയ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ, അരുന്ധതി നാഗ്, ആശ ശരത്ത്, കനിഹയൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായി മാറുകയായിരുന്നു. അടുത്തത് ശ്രീകുമാർ മേനോന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ ഒടിയൻ എന്ന സിനിമയായിരുന്നു. ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം പ്രകാശ് രാജ്, മഞ്ജു വാര്യർ, മനോജ് ജോഷി, ഇന്നസെന്റ്, സിദ്ദീഖ്, നരേന്, നന്ദു ഒക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ഈ സിനിമയ്ക്കായി മോഹൻലാൽ തന്റെ ലുക്കിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. പിന്നീട് അത് അദ്ദേഹത്തിന് തന്നെ വലിയ വിനയായി മാറുകയും ചെയ്തിരുന്നു. ശ്രീകുമാർ മേനോന്റെ തള്ളൽ കാരണം ഈ സിനിമയ്ക്ക് പ്രീ ബുക്കിങ്ങിലൂടെ വമ്പൻ കളക്ഷൻ ലഭിച്ചിരുന്നു. എന്നാൽ സിനിമ റിലീസായപ്പോൾ വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ഈ സിനിമയ്ക്ക് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് നേടാൻ സാധിച്ചിരുന്നു, അല്ലെങ്കിൽ ദുരന്തമായി മാറിയേനെ. അടുത്ത സിനിമയുടെ പേര് ലൂസിഫർ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് 2019 ഈ സിനിമ റിലീസാവുന്നത്. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ, സ്റ്റീഫൻ നെടുമ്പള്ളി, ഖുറൈഷി എബ്രഹാം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് എത്തിയത്. പൃഥ്വിരാജ്, വിവേക് ഒബ്രോയി, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് കുമാരൻ, സാനിയ അയ്യപ്പൻ, സായ് കുമാർ, കലാഭവൻ ഷാജോൻ, ബൈജു സന്തോഷ് തുടങ്ങി നീണ്ട വലിയൊരു താരനിരയുണ്ടായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. മലയാളത്തിലേക്ക് ആദ്യം 200 കോടി കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ചിത്രം കൂടിയാണിത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റായിരുന്നു. അടുത്തത് ജിബി ജോജുവിൻ്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങി ഇട്ടിമാണി മേഡ് ഇൻ ചൈന എന്ന ചിത്രമായിരുന്നു. ആന്റണി പെരുമ്പാവൂരായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ ഇട്ടിമാണി എന്ന കഥാപാത്രമായി എത്തിയപ്പോൾ രാധിക, ശരത് കുമാർ, ഹണി റോസ്, KPS ലളിത, സിദ്ദീഖ്, അജു വർഗീസ്, സലീം കുമാർ, ഹരീഷ് കണാറിനൊക്കെ ആയിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും ഒരു ആവറേജ് പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. കുറച്ച് ട്രോളുകൾക്ക് ഈ സിനിമ വാങ്ങിയിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഒരു ആവറേജ് വിജയം നേടിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ, നമ്മിൽ നിന്നും വിട പറഞ്ഞ സിദ്ദീഖ് സംവിധാനം ചെയ്ത ബിഗ് ബ്രദർ എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ 2020 റിലീസായത്. ചിത്രത്തിൽ മോഹൻലാൽ, അർബാസ് ഖാൻ, അനൂപ് മേനോൻ, സർജാന ഖാലിദ്, സിദ്ദീഖ്, ഹണി റോസ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിദ്ദീഖിൻ്റെ കരിയറിൽ തന്നെ അവസാന ചിത്രം കൂടിയായിരുന്നു ഇത്. ഏകദേശം 45 കോടിക്ക് മുകളിൽ മുതൽ മുടക്കി ബിഗ് ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വെറും 12.5 കോടിക്ക് താഴെ മാത്രമാണ് കളക്ഷൻ നേടിയത്. വളരെ മോശം അഭിപ്രായം നേടി ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായി മാറുകയായിരുന്നു. അടുത്തത് ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ 2021 പുറത്തിറങ്ങിയ ദൃശ്യം 2 എന്ന ചിത്രമായിരുന്നു. മലയാളത്തിലേക്ക് ആദ്യമായി 50 കോടി ക്ലബ്ബ് കൊണ്ടുവന്ന ദൃശ്യത്തിന്റെ 2ാം ഭാഗമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം കൂടിയായിരുന്നു ഇത്. മോഹൻലാൽ, മീന, അൻസിബ, എസ്തർ അനിൽ, ആശ ശരത്ത്, സിദ്ദീഖ്, മുരളി ഗോപി തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ഇന്ന ചിത്രമായിരുന്നു. പക്ഷേ അന്നത്തെ കോവിഡ് സാഹചര്യം അനുസരിച്ച് ഈ സിനിമ OTT റിലീസ് ചെയ്യുകയായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ആമസോൺ പ്രൈം വഴിയായിരുന്നു സിനിമ റിലീസ് ചെയ്തത്.
അടുത്തത് പ്രിയദർശന്റെ സംവിധാനത്തിൽ 2021 പുറത്തിറങ്ങിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രമായിരുന്നു. ഹിസ്റ്റോറിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നീണ്ട താരനിര തന്നെ ഉണ്ടായിരുന്നു. മോഹൻലാൽ, പ്രണവ് മോഹൻലാൽ, അർജുൻ സർജ, സുനിൽ ഷെട്ടി, പ്രഭു, അശോക് സൽവൻ, മഞ്ജു വാര്യർ, സിദ്ദീഖ്, നെടുമുടി വേണു, ഹരീഷ് പെരടി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മലയാളത്തിൽ തന്നെ ഏറ്റവും അധികം ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇത്. വമ്പൻ പ്രതീക്ഷയോടെയായിരുന്നു സിനിമ തിയേറ്ററിലേക്ക് എത്തിയത്. ഏകദേശം 100 കോടിക്ക് അടുത്ത് ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയായിരുന്നു ഇത്. പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്ന് വെറും 48 കോടിക്ക് താഴെ മാത്രമാണ് കളക്ഷൻ നേടാൻ സാധിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ വളരെ മോശം അഭിപ്രായം നേടുകയും ഒരുപാട് ട്രോളുകൾ കിട്ടുകയും ചിത്രം വൻ ദുരന്തമായി മാറുകയും ചെയ്തു. അടുത്തത് പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ ബ്രോഡ് ആടി എന്ന ചിത്രമാണ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ, പൃഥ്വിരാജ്, മീന, കല്യാണി പ്രിയദർശനൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസായിരുന്നു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയായിരുന്നു സിനിമ റിലീസ് ചെയ്തത്. പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. അടുത്തത് ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ ആറാട്ട് എന്ന ചിത്രമായിരുന്നു. കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം ശ്രിന്ദ, രാമചന്ദ്രൻ രാജു, സിദ്ദീഖ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയിൽ നമ്മുടെ സാക്ഷാൽ AR റഹ്മാൻ ഒരു ക്യാമിയോ റോളിലും എത്തിയിരുന്നു. പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 18 കോടിക്കടുത്ത് ബജറ്റ് കണക്കാക്കുന്ന ഈ സിനിമ വളരെ കുറഞ്ഞ കളക്ഷൻ മാത്രമാണ് നേടിയത്. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായി മാറുകയായിരുന്നു. ഈ സിനിമ കൊണ്ട് ആകെ ഗുണം കിട്ടിയത് നമ്മുടെ ആറാട്ടണ്ണന് മാത്രമാണ്. ആറാട്ടണ്ണൻ വലിയ ഫേമസ് ആകുകയും ചെയ്തു. അടുത്തത് ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ 12th മാൻ എന്ന ചിത്രമായിരുന്നു. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ DYSP ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. രാഹുൽ മാധവ്, ശിവദ, അനുശ്രീ, അനു സിതാര, ഉണ്ണി മുകുന്ദൻ, സൈജു കുറുപ്പ് തുടങ്ങിയവരൊക്കെയായിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമയായിരുന്നു ഇത്. ഈ ചിത്രം ഡയറക്റ്റ് OTT റിലീസായിരുന്നു. ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയായിരുന്നു റിലീസ് ചെയ്തത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. അടുത്തത് വൈശാഖിന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ മോൺസ്റ്റർ എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം ലക്ഷ്മി മഞ്ചു, ഹണി റോസ്, സുദേവ് നായർ, സിദ്ദീഖ് ഒക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമക്കും പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. ഒരുപാട് ട്രോളുകൾ ഈ സിനിമ ഏറ്റുവാങ്ങിയിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായിരുന്നു. അടുത്തത് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ 2021 പുറത്തിറങ്ങിയ എലോൺ എന്ന ചിത്രമായിരുന്നു. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ മാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ആ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കൂടാതെ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, സിദ്ദീഖ്, നന്ദു, ബൈജു സന്തോഷ് തുടങ്ങിയവരൊക്കെ ഈ ചിത്രത്തിൽ ശബ്ദം നൽകിയിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ചെറിയ ചുറ്റുപാടിലെടുത്ത ചിത്രമായിരുന്നു ഇത്. OTT റിലീസിന് വേണ്ടി എടുത്തതായിരുന്നു. പക്ഷേ പിന്നീട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയായിരുന്നു. പക്ഷേ പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ എന്തോ വലിയ പരാജയമായി മാറുകയായിരുന്നു. അടുത്തത് ജീത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ 2023 പുറത്തിറങ്ങിയ നേര് എന്ന ചിത്രമായിരുന്നു. കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം അനശ്വര രാജൻ, പ്രിയാമണി, സിദ്ദീഖ്, ജഗദീഷ്, KB ഗണേഷ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 86 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. ചിത്രം സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങിയ മലൈക്കോട്ടൈ വാലിബൻ എന്ന ചിത്രമായിരുന്നു. എപ്പിക് പീരീഡ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം സൊനാലി കുൽക്കർണി, ഹരീഷ് പെരടി, ദാനിഷ് സെയ്ത്ത്, മണികണ്ഠ ആചാര്യ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വമ്പൻ ഹൈപ്പിലും വമ്പൻ ബഡ്ജറ്റിലും പുറത്തിറങ്ങിയ സിനിമയായിരുന്നു. ഏകദേശം 65 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയായിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്നും ഇതിൻ്റെ പകുതി പോലും കളക്ട് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. സിനിമ വലിയ ദുരന്തമായി മാറുകയായിരുന്നു. അടുത്തത് മോഹൻലാലിൻ്റെ തന്നെ സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങി മോഹൻലാൽ തന്നെ നായകനായി എത്തി ആൻ്റണി പെരുമ്പാവൂർ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ നിർമ്മിച്ച ബറോസ് എന്ന ചിത്രമായിരുന്നു. ഒരുപാട് വിദേശ താരങ്ങളും മോഹൻലാലിനോടൊപ്പം ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ വമ്പൻ ബഡ്ജറ്റിലായിരുന്നു പുറത്തിറങ്ങിയിരുന്നത്. മോഹൻലാൽ സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകത ഒരുപാട് വാർത്താ പ്രാധാന്യവും നൽകിയിരുന്നു. പ്രേക്ഷകർ പക്ഷേ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു. വമ്പൻ ബജറ്റാണ് ഈ സിനിമയ്ക്ക് കണക്കാക്കുന്നത്. 100 കോടിയൊക്കെ എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ സിനിമ ബോക്സ് ഓഫീസിൽ അതിൻ്റെ ഭാഗം കൂടെ കളക്ഷൻ നേടാൻ സാധിച്ചില്ല. 20 കോടിക്ക് താഴെ മാത്രം കളക്ഷൻ നേടിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായി മാറുകയായിരുന്നു. ഒരുപാട് ട്രോളുകളും ഈ സിനിമ ഉടനീളം ഏറ്റുവാങ്ങിയിരുന്നു. അടുത്തത് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ 2025 മാർച്ച് 27 തിയേറ്ററിലെത്തി പ്രദർശനം തുടരുന്ന എമ്പുരാൻ എന്ന ചിത്രമാണ്. ലൂസിഫറിന്റെ 2ാം ഭാഗമാണ് ഈ സിനിമ. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് തുടങ്ങിയ വലിയ താരനിരയുണ്ട്. പ്രീ ബുക്കിങ്ങിലൂടെ തന്നെ ഈ സിനിമ ഒരുപാട് കോടികൾ സ്വന്തമാക്കി
സ്വന്തമാക്കിയിട്ടുണ്ട്. നിരവധി റെക്കോർഡുകൾ തകർത്താണ് ഈ സിനിമ ഇപ്പോൾ തന്നെ മുന്നേറുന്നത്. പ്രീ ബുക്കിങ്ങിലൂടെ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡാണ് എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. പാൻ ഇന്ത്യൻ സിനിമയാണ് ചിത്രം റിലീസിനെത്തുന്നത്. എല്ലാ ഭാഷകളിലും റിലീസിനെത്തുന്നുണ്ട്. നിരവധി റെക്കോർഡുകൾ തകർത്തെറിയുമെന്ന് ഉറപ്പാണ്. ഈ ചിത്രത്തിൻ്റെ ബുക്കിംഗ് തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ തുടരുകയാണ്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഈ സിനിമ എത്ര കോടിയായിരിക്കും മലയാള സിനിമയിലേക്ക് കൊണ്ടുവരിക, ഏത് ക്ലബ്ബായിരിക്കും കൊണ്ടുവരിക എന്ന് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ? അതുപോലെ മോഹൻലാലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.